ഈ യാത്ര കോട്ടയം ലുലു മാളിലേക്കാണ്. നമ്മുടെ ആനവണ്ടിയിലാണ് പോകുന്നത്. KSRTC സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു ഓട്ടോ വിളിക്കുകയാണ് ചെയ്തത്. KSRTC സ്റ്റാൻഡിൽ നിന്ന് അധികം ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല ലുലു മാളിലേക്ക്. കയറിയപ്പോൾ തന്നെ ഫ്രണ്ടിലായിട്ടൊരു എക്സിബിഷൻ നടക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത്. ഒന്ന് ചുറ്റിക്കറങ്ങി നോക്കിയപ്പോൾ മനസ്സിലായി ഇത് മുകളിലും താഴെയുമായിട്ട് 2 നിലയാണ്. മുകളിൽ ഫുഡിൻ്റെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും ആണുള്ളത്. പിന്നെ താഴെ നമ്മുടെ വൺ ആൻഡ് ഓൺലി ലുലു ഹൈപ്പർ മാർക്കറ്റ്. അതിന് തൊട്ട് ഓപ്പോസിറ്റായിട്ടൊരു മെക്ഡൊണാൾഡ്സ് ഉണ്ട്. പിന്നെ നമ്മൾ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കയറുന്നതിന് മുമ്പായിട്ട് ബാഗ് ലോക്ക് ചെയ്യണമായിരുന്നു. അത് ലോക്ക് ചെയ്തു. പിന്നെ കയറാനായി തുടങ്ങുമ്പോഴാണ് ഒരു ചെറിയ കുട്ടിയാനേനെ കണ്ടത്. ആക്ച്വലി ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല, എൻ്റെ കൂടെ അമ്മയും ഉണ്ടായിരുന്നു. അമ്മ ഭയങ്കര ആനപ്രേമിയാണ്. അതുകൊണ്ട് അതിൻ്റെ കൂടെ നിന്ന് 1-2 ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ ഒരു കാട്ടെടുത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അന്വേഷിച്ചിങ്ങനെ നടക്കുകയാണ്. നിങ്ങൾ ഈ ഹാൻഡ് വാഷ് കണ്ടോ? ഇതാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 2 എടുത്തു. ഇതൊരു പൊടിയാണ് ഇതിനുള്ളിലുള്ള. നമ്മൾ ബോട്ടിനുള്ളിൽ കലക്കി യൂസ് ചെയ്യണം. ഇതൊരു കൊറിയാണ്ടർ പൗഡറാണ്. 200 ഗ്രാം ഉണ്ട്. ലുലു മാളിൻ്റെ ഓഫർ അനുസരിച്ച് 31 റുപ്പീസാണ്. അതിൻ്റെ ശരിക്കും കവറിൽ എഴുതിയേക്കുന്ന വില 62 ആണ്, 62 രൂപ. പിന്നെ സാമ്പാറിന് ഇങ്ങനത്തെ പരിപ്പ് വാങ്ങുവാണെങ്കിൽ വേഗം അലിഞ്ഞു നോക്കോളൂ. പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് കിട്ടും. അപ്പോൾ കുറവ് ചൂട് അടിച്ചാൽ മതി. അതുപോലെ മേടിച്ചാൽ മതി. 100 കൂട്ടുക 109. വേണ്ട, നമുക്ക് പിന്നെ അവിടുന്ന് വാങ്ങിയത് കൊണ്ട് പോകണല്ലോ മതി അല്ലേ? കായത്തിന് എത്രയാ? ഇത് കായമാണോ? അതെനിക്കറിയത്തില്ല. പല ടൈപ്പ്. ഇതൊരു കുഞ്ഞു കായ 77. ഇതിന് 32 രൂപയുടെ എന്താണുണ്ട്. അത് എത്ര ഗ്രാം? 20 ഗ്രാമാന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞ ആളെടുത്ത കായം മാറിപ്പോയി. 20 ഗ്രാമിൻ്റെയാണ് എടുക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അതിൻ്റെ കൂടിയതാണ് നമ്മൾ ഇട്ടത്. അങ്ങനെ മാറ്റിയെടുത്തിട്ടുണ്ട്. 20 ഗ്രാമിൻ്റെനാണ് നമ്മൾ 32 രൂപ കണ്ടത്. മല്ലിപ്പൊടിയല്ലേ? എത്രയാ നമ്മുടെ? 38 രൂപ.
വീട്ടിൽ അവലിരിപ്പുണ്ട്. അപ്പം തേങ്ങ വാങ്ങിക്കുവാണെങ്കിൽ അവല നനയ്ക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ 2 തേങ്ങ എടുത്തു. ശരിക്കും പറഞ്ഞാൽ അവിടെ ഉള്ളതെല്ലാം കുഞ്ഞു തേങ്ങയാണ്. ഉള്ളതിൽ വലുത് നോക്കി 2 എടുത്തിട്ടുണ്ട്. ചെറിയ തേങ്ങയെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആളുകളെല്ലാം നല്ലത് നോക്കി എടുക്കത്തുള്ളൂ. അപ്പം ഞങ്ങൾ വന്നപ്പോഴും 2 ഫാമിലി നോക്കുന്നുണ്ടായിരുന്നു തേങ്ങ. അപ്പോൾ അതിൽ എല്ലാവരും എടുത്തെടുത്ത അവസാനം ഇത്രയും വലിപ്പമുള്ളതൊക്കെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും കൊള്ളത്തേക്ക് 293 രൂപയോ വെള്ളത്തിൽ. ഇത് നല്ലതാ, കുറിച്ച് 299. ആരാ കഴിക്കുന്നത്? നീ പോവല്ലേ, പിന്നെ പോയിട്ട് കണ്ടു കഴിക്കത്തില്ല. തന്നെ കണ്ണ് കണ്ടോ കിടന്നടയ്ക്കുന്നത്? എൻ്റെ കൈക്കകത്തോട്ട് നമ്മൾ കൈ വെച്ച് കൊടുക്കാൻ കുട്ടികളെ നമ്മൾ ഞാനിങ്ങനെ തിന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കറി വെച്ചിട്ട്. നല്ല ടേസ്റ്റ്. പിന്നെ ഇതിന് ഭയങ്കര വെച്ച് തേച്ച് വഴി വെച്ചിരിക്കുന്ന അമ്മയ്ക്ക് ഇതിനെ വെളി വിടണമെന്ന് ആഗ്രഹമുണ്ടോ? എന്നാൽ പിന്നെ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് വെളി വിടാം. ഇത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറണം. ഇതിനെ ശുശ്രൂഷിക്കാൻ ഭയങ്കര പാടാണ്. വെള്ളമൊക്കെ മാറണ്ട ഇടയ്ക്കിടയ്ക്ക്. 220 രൂപ കൊണ്ട് ഉള്ളു സാധനത്തിന്. ആർക്കെങ്കിലും ഗിഫ്റ്റായിട്ട് കൊടുക്കാനടി, ബർത്ത്ഡേക്കൊക്കെ മീൻ അക്വേറിയം. ഇത് കരള് തന്നെയല്ലേ? ധാരാളം. ഇതമ്മേ കട്ട്ലേറ്റിൻ്റെ ആണോ? കീമാണ് ഇതിൻ്റെ പേര്. ഇറച്ചി അരച്ച് മിഷനെ വെച്ച് അരച്ച് തന്നിട്ട് ഇങ്ങനെ എടുക്കുക. അതിനെ ഫ്രൈ ചെയ്ത് പിന്നെ കീമാന്ന് തന്നെയാണോ പറയുന്നത്? ഇതിൽ വേറെ എന്തൊക്കെയോ പേരാ എഴുതി വെച്ചേക്കുന്നത്. അങ്ങനെ അവിടെ കീമ ദുബായിലൊക്കെ കീമ അരച്ച് ഇതുകൊണ്ടല്ലേ നൂല് പോലെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. മസാല വരട്ടി വെച്ചിരിക്കുന്ന എടുത്ത് അല്ലേ. അത് തന്നെ. വേണോ? വേണ്ട, ചുമ്മാ മതിയോ? വേണ്ട കേട്ടോ. ഒന്നും മടിക്കണ്ട. വേണ്ട വേണ്ടെങ്കിൽ വേണ്ട. വേണ്ട 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 ചുമ്മാ വേണ്ട.
ഫ്രൈ ഈ ഷേപ്പിലൊക്കെ നമ്മൾ ദോശ ഇട്ടാലേ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് ഇത് ഷേപ്പിലൊക്കെ കിട്ടും. അപ്പോൾ പിള്ളേരെയൊക്കെ നമുക്ക് പിള്ളേരെയൊക്കെ പറ്റിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇവർ ഇതൊക്കെ കാണുമ്പോൾ എടുത്ത് കഴിച്ചോളൂ. പാൻ കേക്കൊക്കെ നമ്മുടെ നാട്ടിൽ ദോശ, പാൻ കേക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിലൊക്കെ ഉണ്ടാക്കി മസാല ദോശ ഉണ്ടാക്കാം അല്ലേ? ഇതല്ലേ ശരി, നല്ല വലുപ്പം ഇതല്ലേ? അടിപൊളി. 2000 രൂപ ഒരു ഇടവറ്. അത് ബിസിനസ് ട്രിക്കാണ് ഇതൊക്കെ. പറഞ്ഞത് ചായപാത്രമാണോ? പ്രഷർ കുക്കർ, ചായപാത്രം പോലെയുണ്ട്. ശരിയാ, അത്രയെങ്കിലും. ശരി, അത്രയെങ്കിലും. ഇതിന്റെ മുകളിലൊരു സാധനം ഉണ്ടല്ലോ, അത് ഇല്ലേ? വാഷർ അത് കാണും, ഇതിൻ്റെ അകത്ത് കാണും. വാഷർ ഇല്ലാതെ വരികയില്ല. അകത്തില്ല, എനിക്ക് തോന്നുന്നത് ചിലപ്പോ അതിന്റെ ബോക്സിൽ വാഷർ അതല്ല, ഇങ്ങനെ ഇങ്ങനെ ചീറ്റുന്ന ഒരു സാധനമല്ലേ? അതവര് തരും, അതവര് തരും. അതവരെടുത്ത് വെച്ചിരിക്കുക, നഷ്ടപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടി. അതൊക്കെ 649 ചപ്പാത്തി. നിറമൊക്കെ അടിപൊളിയല്ലേ? പിടിയുള്ള ചട്ടി. സൂക്ഷിച്ചെടുക്കണേ. 269 ആഴമില്ല. പണ്ടൊക്കെ ആണെങ്കിൽ തുണി കൂട്ടി എടുക്കണമായിരുന്നു, ഇപ്പൊ ഒരു പിടിയുണ്ട്. 168. ഉള്ളതന്നെ വെക്കാനിടയില്ല. എണ്ണയുടെ ഒക്കെ എണ്ണ വറുത്ത് വരുന്ന സാധനങ്ങളൊക്കെ പോരാ. പീച്ച ഒക്കെ മുറിക്കാം. പല അളവിലുള്ള കപ്പല്ലേ ഇത്? ആവശ്യമുണ്ടോ? ഏതെങ്കിലും വേണമെങ്കിൽ ഒരെണ്ണം എടുത്തു. ഒന്നും എടുക്കണ്ട, 200 ഇതിന് എത്ര? 225 ആണോ? അതാ ബുക്കും ഒന്നും പറഞ്ഞൊന്നുമില്ല. എനിക്കിഷ്ടപ്പെട്ടായിരുന്നു. ഇത് നമ്മുടെ മറ്റേ ബെറി ചെറുപയർ മുളപ്പിച്ചത് ഇതൊരു ദിവസം കൊണ്ട് കിളുപ്പ് വരും. ചെറുപയർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്, മുളപ്പിക്കാൻ പറ്റുന്നത്. ഈ കൃഷിനെ നിങ്ങൾക്ക് അറിയത്തില്ലേ? നമ്മുടെ പഴയ കോലുമിഠായി ഇപ്പോൾ പല കളറിലും പല രൂപത്തിലും പല നിറത്തിലുമൊക്കെ അവൈലബിൾ ആണ്. കുട്ടികളെ പ്രത്യേകിച്ച് വേഗം ആകർഷിക്കും.
ഇത് 10 രൂപ. ചീസ് ക്രോഷ്യൻ്റ്. ബർത്ത്ഡേക്കൊക്കെ ലഘുവായിട്ട് ആഘോഷിക്കും. ഡോണറ്റ്സ് ഉണ്ടല്ലോ, ചില ചൂടോടെ ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ അടിപൊളി. 4 ഉണ്ട്, 2, 3, 4, 152 രൂപ. ചീസ് ക്രോഷ്യൻ്റ് ചീസായിരിക്കും ഇതിനകത്ത്. ചീസ് ഈ ക്രോഷ്യൻ്റെ അകത്ത് ചീസാണ് എഴുതിയിട്ടുണ്ടായിരുന്നു. 96 രൂപ. എനിക്കിത് വായിക്കാൻ ബുദ്ധിമുട്ടാണ്. കോർസെൻറ്റ്. അമ്മ പിന്നെ ദുബായിലൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇതിൻ്റെയൊക്കെ പേര് ഓർമ്മയുണ്ടല്ലേ. അമ്മയ്ക്ക് ഇതിൽ എന്തെങ്കിലും വേണോ? ഒരു ചിക്കനാണ്. നമ്മൾ പറഞ്ഞിരുന്നത് ബീഫിൻ്റെ ആയിരുന്നു, പക്ഷെ അവർ ചിക്കൻ്റെയാണ് തന്നത്. പിന്നെ അവർ തന്നെ അത് റിയലൈസ് ചെയ്തിട്ട് നമുക്ക് മാറ്റി തന്നു. ഇതും കൂടെ തരാമോ? ചീസ് പ്ലേറ്റ്. ഇറാനിയൻ പീസ കഴിക്കാൻ, അത് ചിക്കനാണെന്നാണ് പറഞ്ഞത്. ഇവർക്കോ കാണുമായിരിക്കും. ഇതിവിടെ വയ്ക്കാം. സ്പൈസി മാംഗോ. ഏത് വേണം? കുറച്ച് വാങ്ങാം. അമ്മയ്ക്ക് ഏതാ ഇഷ്ടമുള്ളതെന്ന് പറയാം. എനിക്ക് ടേസ്റ്റ് അറിയത്തില്ലല്ലോ, ഞാനെല്ലാം കഴിച്ചോളാം. മേടിച്ചു. നാരങ്ങ മിഠായിയുടെ വേറൊരു മോഡല്. ഹൽവയാ? 150 രൂപ.
സെഷൻ കൊണ്ട് വെക്കണോ അതോ എവിടെയെങ്കിലും വെച്ചാൽ ഏയ് ഇവിടെ വെച്ചാൽ മതി. അങ്ങോട്ട് വെച്ചു. ക്യാരി ബാഗ് വേണ്ട. ഞങ്ങൾ പിന്നെ നേരെ മുകളിലത്തെ നിലയിലേക്കാണ് ചെന്നത്. വാങ്ങിയ ക്വാസണും ഇറ്റാലിയൻ പിzzയും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ക്വാസൺ അമ്മ ഓൾറെഡി കഴിച്ചിട്ടുള്ളതാണ്. അപ്പം രണ്ടിൻ്റെയും ടേസ്റ്റ് അറിയാൻ വേണ്ടി ഞങ്ങൾ ഹാഫാണ് എടുത്തത്. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു, രണ്ടും നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഈ ക്വാസൺ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പ്രൊനൗൺസിയേഷനാണ് കേട്ടോ. അമേരിക്കനിലത് വേറെയാണ്, ഇന്ത്യൻ പ്രൊനൗൺസിയേഷനിലത് വേറെയാണ്. അപ്പം ഞാൻ ചൂസ് ചെയ്തത് ബ്രിട്ടീഷ് പ്രൊനൗൺസിയേഷനാണ്. Croissant. 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 വൗച്ചറൊന്നുമില്ലടി. വൗച്ചറോ? ഞങ്ങൾക്കൂടെ കിട്ടിയായിരുന്നു എഴുതിടാനായിട്ട് വൗച്ചർ. ഓടിക്കൂടെ വിട്ടാലോ? ഇതൊരു ഷോപ്പിൽ കയറിയപ്പോൾ നല്ലൊരു ചെരുപ്പ് കണ്ടു. അങ്ങനെ അമ്മയ്ക്കത് വാങ്ങിച്ചു. അതുപോലെ തന്നെ എനിക്കൊരു സൈഡ് ക്രോസ് ആയിട്ടുള്ളൊരു ബാഗും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു കവറ് നമ്മളൊരു സ്ഥലത്ത് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഷോപ്പിൽ കയറുന്നതിന് മുമ്പായിട്ട്. അത് നമ്പർ കൊടുത്ത് നമ്മളത് വാങ്ങിച്ചു. പിന്നെ എന്തായാലും നമ്മളിനി ലുലു മാളിൽ നിന്ന് ഇറങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമ്മൾ പ്ലാൻ ചെയ്ത അനുസരിച്ച് ഇനി ലുലു മാളിൽ നിന്ന് നേരെ ഇറങ്ങി ഇവിടെയുള്ള ഏതെങ്കിലും ഒരു പാർക്ക് പോയി കാണണം, തൊട്ടടുത്തായിട്ടുള്ള. ഇതെന്താന്ന് പറയാമോ? ഇത് പോസ്റ്റ് സപ്പോർട്ടിൻ്റെ ബേസാണ്. നമ്മൾ ഈ ഡിസേബിൾ ആയിട്ടുള്ള പിള്ളേർക്ക്, അതുപോലെ തന്നെ സെർവൽ പാലസി ഉള്ളവർക്ക്. ആ സ്റ്റുഡൻസ് അത് നല്ലപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവർക്കൊരു ഓട്ടും കൊടുത്തു. ലുലുവിൻ്റെ വെളിയിൽ ഇറങ്ങിയപ്പോഴാണ് ഇത് ശരിക്കും ശ്രദ്ധയപ്പെടുന്നത്. നമ്മൾ അത്തപ്പൂക്കൾ ഇടുമ്പോൾ അതിൻ്റെ സെൻട്രലായിട്ട് വെക്കില്ലേ, അതാണത്. എനിക്ക് അതിൻ്റെ ശരിക്കുമുള്ള പേരറിയില്ല. പുറത്തിറങ്ങിയതിന് ശേഷം പാർക്കിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ നടക്കുകയാണ് ചെയ്തത്. പക്ഷെ കുറച്ച് കിടന്നപ്പോഴേക്കും അമ്മയും എടുത്തു, ഞാനും എടുത്തു. കാരണം നല്ല വെയിലായിരുന്നു. സോ പാർക്കിൽ പോകുന്ന കാര്യം ഉപേക്ഷിച്ചിട്ട് ഞങ്ങളൊരു ഓട്ടോ വിളിച്ചു. നേരെ KSRTC സ്റ്റാൻഡിൽ ചെല്ലാമെന്നുള്ള ഉദ്ദേശത്തിലാണ്. പിന്നെ അവിടുന്ന് വീട്ടിലേക്ക് പോകാമെന്ന്. പോകുന്ന വഴിക്ക് പാർക്ക് കാണാൻ പറ്റുമെങ്കിൽ ഒന്ന് കാണിക്കണമെന്ന് ഞങ്ങൾ ആ ചേട്ടനോട് പറഞ്ഞിരുന്നു. ഈ കാണുന്ന കണ്ടില്ലേ, ഐ ലവ് കോട്ടയം. സോ ഇതാണ് ആ പാർക്ക്. പാർക്കിൽ പിന്നീട് ഒരിക്കൽ കയറാമെന്ന് ആഗ്രഹിച്ച് ഞങ്ങൾ പിന്നെ അവിടെ നിർത്തണ്ട, പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളിപ്പോൾ KSRTC സ്റ്റാൻഡിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കോട്ടയത്താണെങ്കിൽ കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതൊന്നും കാണാൻ പറ്റിയില്ല. പാർക്ക് പോലും കാണാമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. അമ്മ ഒരുപാട് സ്ഥലങ്ങൾ എന്നോട് പറഞ്ഞു തന്നു. പക്ഷേ എന്തായാലും ലുലുവിലിറങ്ങി തിരിച്ചിറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് സമയം പോയിരുന്നു. ഇനി അടുത്താണ് ലീവിന് വരുമ്പോൾ ഇതൊക്കെ കാണാമെന്ന് വിചാരിച്ച് എന്തായാലും നമ്മൾ ബസ്സിൽ ആനവണ്ടിയിൽ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്.